എറണാകുളം കോതമംഗലത്ത് മാതിരപ്പള്ളി സ്വദേശി അൻസിലിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. പെൺ സുഹൃത്ത് വിഷം നൽകിയെന്നാണ് സംശയം. യുവതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് നേരത്തെ കേസെടുത്തിരുന്നു. അൻസിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനും തീരുമാനം. നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, അൻസിലിന്റെ മരണം അത് കൊലപാതകമെന്ന് സംശയിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? ദിവ്യ, കഴിഞ്ഞ ദിവസമാണ് വളരെ അവശനായ നിലയിൽ അൻസിലിനെ വീട്ടിൽ കണ്ടെത്തുന്നത്. ഉടനെ തന്നെ ബന്ധുക്കൾ അൻസിലിനെ ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ കൊണ്ടുപോകുന്ന വഴിയാണ് അൻസിൽ തനിക്ക് പെൺ സുഹൃത്ത് എന്തോ കുടിക്കാൻ തന്നു എന്ന തരത്തിലൊരു മൊഴി നൽകുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച അൻസിൽ ഇന്നലെ വൈകിട്ടോടുകൂടി മരിക്കുകയായിരുന്നു. ഈ അൻസിൽ ബന്ധുക്കളോട് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ തുടക്കത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. ഈ പെൺകുട്ടിയെ പ്രതിയാക്കിയാണ്, ഈ പെൺ സുഹൃത്തിനെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഈ അൻസിലിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടനെ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ കൊലക്കുറ്റത്തിന് പെൺ സുഹൃത്തിനെതിരെ കേസെടുക്കുകയും പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിലവിൽ ഈ പെൺകുട്ടിയെ പോലീസ് ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി ഒരു പോക്സോ അതിജീവിതയാണ്. ഇപ്പോൾ നിലവിൽ ഈ മൃതദേഹം അൻസിലിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ പെൺകുട്ടി ഒരു പോക്സോ അതിജീവിത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെൺകുട്ടിയുടെ പേരും വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഇതിന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പെൺകുട്ടിക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഈ പെൺകുട്ടി പോലീസിന്റെ സുരക്ഷിത കേന്ദ്രത്തിലാണ് ഉള്ളത്. അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചതായാണ് പോലീസിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും പോലീസ് വിഷാംശമടങ്ങിയ ചില കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമെത്തി അല്പസമയത്തിനുള്ളിൽ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. ദിവ്യ, യെസ്, അൻസിലിന്റെ മരണം കൊലപാതകമാണ് എന്നാണ് സംശയം. പെൺ സുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തി എന്നാണ് കരുതുന്നത്. അൻസിലിന്റെ മൃതദേഹം ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. വിവരങ്ങളാണ് നിതിൻ സേവർ നൽകിയത്.